Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ലാബിന്റെ ആ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? അവിടെ വരെയല്ലേ നിർത്തിയത്? ഓക്കെ. ശ്രദ്ധിക്കാം. ലാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? എന്തിനാണ്? സൂചകങ്ങളാണ് അല്ലെ? അവരുടെ ആ ഒരു പെർഫോമൻസ് ലെവല് അല്ലെ? ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റൽ കൊടുക്കുന്ന സർവീസുകള് അതിന്റെ പെർഫോമൻസ് ലെവല് അല്ലെ? പ്രകടന നിലവാരം ഓരോ മേഖലയിലും ഓരോ വിഭാഗത്തിലും അവരുടെ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നിരീക്ഷിക്കാനും അതിനെ വിലയിരുത്താനും കണ്ടിന്യൂസ് ആയിട്ട് അതിനെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ അവർക്ക് സ്വയമേ എന്ത് ചെയ്യാൻ പറ്റില്ല. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്കത് മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനൊന്നും സാധിക്കില്ല. പകരം അതിന് എന്താകാം? സൈൻ പോസ്റ്റുകളായിട്ട് നിൽക്കാം. എന്താ സൈൻ പോസ്റ്റുകൾ എന്ന് പറഞ്ഞേ? വഴികാട്ടികളായിട്ട് നിൽക്കാം അല്ലെ? അപ്പൊ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, പ്രകടനങ്ങൾ എങ്ങനെയാണെന്ന് നിരീക്ഷിച്ച് അതിലെന്തെങ്കിലും ന്യൂനതകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള വഴികൾ ചെയ്യാവുന്നതാണ് അല്ലെ? അപ്പൊ നമ്മൾ എപ്പോഴും ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് അല്ലെ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഈ സൂചകങ്ങൾ ഉപയോഗിക്കുന്നത് അവിടുത്തെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതില് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ലാബിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെയും ആ 32 എണ്ണവും പഠിക്കാനുണ്ട്. ആ 32 എണ്ണവും എന്താണ്? അതിന്റെ ഫോർമുലാസ് വളരെ കുറച്ച് പഠിക്കാനുള്ളൂ കേട്ടോ. അതില് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് are likely to be monitored by healthcare organizations അല്ലെ? ഇപ്പൊ ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ KPIs എല്ലാം മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? ഏതൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഓരോ മേഖലയിലെയും അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതിലൊരു 32 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് ആ ഒരു 32 കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് ഫോർമുലാസും കാര്യങ്ങളും ആണ്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് പറഞ്ഞു തരുമ്പോൾ നോട്ട് ചെയ്ത് വെച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിരിക്കുന്ന ഭാഗമാണ്. ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വൺ, ദ ടൈം taken for initial assessment. എന്താണ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറയുമ്പോ? പ്രാഥമിക വിലയിരുത്തലിനായി എടുത്ത സമയം. പ്രാഥമിക വിലയിരുത്തലിനായി എടുത്ത സമയമാണ് the time taken for initial assessment എന്ന് പറയുന്നത്. The time should begin from the time that the patient has reached at the bed of the ward till the time that the initial evaluation has been completed by a doctor. എന്താണ്? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത്, നമ്മളൊരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ടുള്ള ആളുകളാണ് അല്ലെ? നമ്മൾ പോകുമ്പോ നമ്മൾ ചെന്ന് കഴിഞ്ഞ് ചില ഹോസ്പിറ്റലിൽ ചെന്ന് ഒരുപാട് സമയം എടുക്കും നമ്മളെ ഡോക്ടർ ഒന്ന് വന്ന് നോക്കാനായിട്ട് ഇല്ലേ? ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ലേ? ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഒരുപാട് സമയം ചിലപ്പോൾ നമ്മൾ ചില ഹോസ്പിറ്റലിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വന്ന് നോക്കി നമുക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ചില ഹോസ്പിറ്റലിലാണെങ്കിലോ ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും ആ ഒരു പേഷ്യന്റിനെ ആ ഡോക്ടർ ഒന്ന് വന്ന് കാണാൻ വേണ്ടിയിട്ട്. ആണോ? നിങ്ങൾക്ക് എന്താണ് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഓക്കെ, അതാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? ദ ടൈം ഷുഡ് ബിഗിൻ. ഇവിടുത്തെ ആ ഒരു ഇനിഷ്യൽ അസസ്മെന്റിന്റെ ടൈം എന്ന് പറയുന്നത് എന്താ? ദ ടൈം ഷുഡ് ബിഗിൻ ഫ്രം ദ ടൈം ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് റീച്ച്ഡ് അറ്റ് ദ ബെഡ് ഓഫ് ദ വാർഡ്. ഒരു പേഷ്യന്റ്, ആ ഒരു പേഷ്യന്റ് ഇപ്പൊ ഒരു എമർജൻസി കണ്ടീഷൻ ആയിട്ട് വന്നിരിക്കുന്ന പേഷ്യന്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. ആ ഒരു പേഷ്യന്റ് നമ്മൾ ഓൾറെഡി അവരെ വേഗം എന്ത് ചെയ്യും? അവരെ ബെഡിൽ കൊണ്ടുപോയി ഇരുത്തും അല്ലെ? അവർ ആ ഒരു ബെഡിൽ കൊണ്ടുപോയി ഇരുത്തി അല്ലെങ്കിൽ ആ ഒരു ബെഡിൽ, ആ ഹോസ്പിറ്റലിലെ ബെഡിൽ എത്തിയ ആ വാർഡിലുള്ള ബെഡിൽ എത്തിയ സമയം മുതല് ഒരു ഡോക്ടർ വന്ന് പ്രാഥമിക മൂല്യനിർണയം നടക്കാൻ എടുക്കുന്ന സമയം വരെയാണ് ഈ ഇനിഷ്യൽ അസസ്മെന്റിന്റെ സമയം എന്ന് പറയുന്നത്.
അതായത് ഒരു പേഷ്യന്റ് ആ ഒരു ഹോസ്പിറ്റലിൽ എത്തി, അവർ ആ വാർഡിലെ ബെഡിലോട്ട് എത്തുന്ന സമയം മുതൽ, ആ വാർഡിലെ ബെഡിൽ എത്തുന്ന സമയം മുതൽ ഒരു ഡോക്ടർ പ്രാഥമിക മൂല്യനിർണയം പൂർത്തിയാക്കുന്നത് വരെയുള്ള ഒരു സമയമുണ്ടല്ലോ, ഒരു ടൈം ഗ്യാപ്പ്. ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഒരു ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തി, ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തി വാർഡിലെ ഒരു ബെഡിൽ എത്തുന്ന സമയം മുതൽ, അവരെ വാർഡിലെ ബെഡിൽ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുകയാണ്, അങ്ങനെ വിചാരിക്കാം. അവരൊരു എമർജൻസി പേഷ്യന്റ് ആണ്, അവർ ആ വാർഡിലുള്ള അല്ലെങ്കിൽ ആ റൂമിലുള്ള ബെഡിൽ കൊണ്ടുപോയി ഇരുത്തിയ സമയം മുതൽ എത്ര സമയം എടുക്കുന്നു ആ ഡോക്ടർ വന്ന് പ്രാഥമിക മൂല്യനിർണയം നടക്കാൻ എടുക്കുന്നത് വരെയുള്ള സമയമാണ് എന്തെന്ന് പറയുന്നത്, ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. കിട്ടിയോ? എന്താണ് ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. സം ഓഫ് ടൈം ടേക്കൺ ഫോർമുല നിങ്ങൾ ഇതുപോലെ തന്നെ കാണാണ്ട് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഫസ്റ്റ് വൺ ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണേ. അപ്പൊ ഫസ്റ്റ് വണ്ണിലെ ഫോർമുലയാണ് പ്രധാനമായിട്ടും ചോദിക്കുക കേട്ടോ. മറ്റ് കാര്യങ്ങളൊന്നും അല്ല ചോദിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ഫൈൻഡ് ഔട്ട് ദ ഫോർമുല ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഫോർമുലയാണ് എപ്പോഴും ചോദിക്കാറ്, അല്ലാതെ അതിനുള്ളിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഫോർമുലയായിരിക്കും ചോദിക്കുക. അപ്പൊ അതില് ഫോർമുലയാണ് നിങ്ങൾ എപ്പോഴും സ്ട്രെസ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതിനൊരു എളുപ്പപടി എന്താണ്, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ ചെറുപ്പത്തിലെ സ്കൂളുകളിലെ മാത്സ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, ഫ്രാക്ഷൻസ് ഒക്കെ. ഫ്രാക്ഷൻസ് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അറിയാലോ. ന്യൂമറേറ്റർ ഒരു 3/4 എന്ന് പറയുന്ന നമ്പർ, ആ ഒരു 3/4ന്റെ ന്യൂമറേറ്റർ ഏതാണ് 3/4ന്റെ ന്യൂമറേറ്റർ ഏതാണ്? 3 ആണ് അല്ലെ, മുകളിലുള്ളതാണ് ന്യൂമറേറ്റർ. താഴെ വരുന്ന 4 അല്ലെങ്കിൽ താഴെ വരുന്ന നമ്പർ ഏതാണോ അതാണ് ഡിനോമിനേറ്റർ അല്ലെ. ഇവിടെയും ഫോർമുലാസിൽ അതേ പാറ്റേൺ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്താണ്, ഒന്നുകൂടി പറയണോ? ഏതാണ്? ഫസ്റ്റ് വൺ ആണോ? പറയാം കേട്ടോ. നോക്കിയേ, ഒന്നുകൂടി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ രണ്ട് നമ്പേഴ്സ് ആണ്, ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ടാവും ഫോർമുലയിൽ. എല്ലാ ഫോർമുലയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവും. അതിനൊരു എളുപ്പം എന്ന് പറയുന്നത്, ന്യൂമറേറ്റർ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവോ? ഇവിടെ നോക്കി നിങ്ങള് ന്യൂമറേറ്റർ എന്താ കാണുന്നത്? ആ ഒരു ഫോർമുല നോക്കി. ഫോർമുല എന്താ? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ആ ഒരു ന്യൂമറേറ്റർ അങ്ങനെയല്ലേ കിടക്കുന്നേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ഔട്ട് ദ ഫോർമുല ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. അങ്ങനെ തന്നെ എന്തുണ്ടാവും? ആ ഒരു ന്യൂമറേറ്ററിൽ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. കിട്ടിയോ? എന്തായിരിക്കും ക്വസ്റ്റ്യനിലുള്ള അതേ വേർഡ്സ് തന്നെ ന്യൂമറേറ്ററിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് വരുമ്പോഴൊക്കെ നിങ്ങൾ നോക്കിക്കോ, ന്യൂമറേറ്ററിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മെയിൻ ഹെഡിങ് തന്നെയായിരിക്കും ആ ന്യൂമറേറ്ററിൽ വരുന്നത് കേട്ടോ. അപ്പൊ നോക്കി അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ചൊന്ന് കണക്ട് ചെയ്ത് ചിലപ്പോ അവിടെ നേരെ തിരിച്ചു കൊടുക്കാം. എന്താണ് ന്യൂമറേറ്ററിൽ വരുന്നത് ഡിനോമിനേറ്ററിൽ കൊടുത്തിട്ട് ഡിനോമിനേറ്ററിന്റെ മുകളിലേക്ക് കയറ്റി എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഫോർമുലാസ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള ചെറിയ രീതിയിലുള്ള ഒരു മെത്തേഡാണ്, ചെറിയ സിമ്പിൾ മെത്തേഡാണ് ഈ പറഞ്ഞത് കേട്ടോ. നോക്കി, ഫസ്റ്റ് വൺ എന്താണ്? ടൈം ടേക്കൺ. കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്, പ്രാഥമിക വിലയിരുത്തലിനായി എടുക്കുന്ന സമയം. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലെത്തി വാർഡിലെ ബെഡിലെത്തുന്നത് മുതൽ അല്ലെ, ആ ബെഡിലെത്തിയ സമയം മുതൽ ഒരു ഡോക്ടർ വന്ന് അവർക്ക് ആവശ്യമായ പ്രാഥമിക മൂല്യനിർണയം, അവരെ പ്രാഥമികമായിട്ടുള്ള മൂല്യനിർണയം നടക്കാൻ എടുക്കുന്ന സമയം വരെയാണ്. ആ ഒരു ടൈം ഗ്യാപ്പാണ് അവിടെ പറയുന്നത്. അവര് ബെഡിലെത്തി, എത്ര സമയം കൊണ്ട് ആ ഡോക്ടർ എത്ര സമയം എടുത്തുകൊണ്ടാണ് അവർ ഇനിഷ്യൽ അസസ്മെന്റിനായിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നത്, എത്ര സമയം അവിടെ എടുത്തു, അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇനി അതിന്റെ ഫോർമുല നോക്കി നിങ്ങള്. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്, ഇനിഷ്യൽ അസസ്മെന്റിനായി എടുത്ത സമയം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്, അവിടെ വന്നിരിക്കുന്ന അഡ്മിഷൻസിന്റെ ആകെ എണ്ണം. ഇതാണ് സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്, ഇനിഷ്യൽ അസസ്മെന്റിനായി എടുത്ത സമയം ബൈ
ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. അവിടെ വന്നിരിക്കുന്ന ആകെ അഡ്മിഷനുകളുടെ എണ്ണമാണ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിലയിരുത്തൽ അല്ലെ, പ്രാഥമിക വിലയിരുത്തലിനായി എടുത്ത സമയമാണ് ഇവിടെ കണക്കാക്കുന്നത്. ഒരു പേഷ്യന്റ് ബെഡില് ഒരു വാർഡിലെ ബെഡിൽ വന്ന സമയം മുതൽ ഒരു ഡോക്ടർ അവരുടെ അടുത്തെത്തി പ്രാഥമിക മൂല്യനിർണ്ണയം നടത്താൻ എടുക്കുന്ന സമയം വരെയുള്ള ഒരു ടൈം ഗ്യാപ്പ്, ആ ഒരു സമയത്തെയാണ്, ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ഇവിടെ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഫോർമുല അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ നിങ്ങൾ. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്, ഇനിഷ്യൽ അസസ്മെന്റിനായി എടുക്കുന്ന സമയം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്, അവിടെയുള്ള ആകെ അഡ്മിഷൻസിൽ വന്ന പേഷ്യൻസിന്റെ ആകെ അഡ്മിഷൻസിന്റെ എണ്ണം. കിട്ടിയോ? ഫസ്റ്റ് വൺ ഓക്കെ ആണോ? Okay. Then second one, number of reporting errors per 1000 investigations. 1000 അന്വേഷണങ്ങൾ അല്ലെങ്കിൽ 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി അതിൽ എത്ര റിപ്പോർട്ടുകൾ എറേഴ്സ് ആയി, അല്ലെങ്കിൽ എറേഴ്സ് എന്ന് പറയുന്നത് പിശകുകൾ വന്നു. അതായത് ഇപ്പൊ 1000 ലാബ് ടെസ്റ്റ് ചെയ്യും, 1000 ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണം എന്ത് വന്നു? എറർ വന്നു, അല്ലെങ്കിൽ പിശകുകൾ റിപ്പോർട്ട് ചെയ്തു. അതാണ് ഇവിടത്തെ എന്ത് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത്. 1000 ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണം, അല്ലെങ്കിൽ എത്ര എറേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? നോക്കിയേ അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, അവിടെ വന്നിരിക്കുന്ന എന്താ റിപ്പോർട്ടിംഗ് എറേഴ്സിന്റെ നമ്പേഴ്സ് എത്രയുണ്ട്? ഇപ്പൊ 1000 റിപ്പോർട്ടിംഗ് എറേഴ്സ് അല്ലെങ്കിൽ 1000 ഇൻവെസ്റ്റിഗേഷൻ ചെയ്താൽ അതിന് എത്ര റിപ്പോർട്ടിംഗ് എറേഴ്സ് വന്നു? Then divided by number of test performed, എത്ര നമ്പർ ഓഫ് ടെസ്റ്റുകൾ പെർഫോം ചെയ്തു അതിൽ എത്ര എണ്ണത്തിന്റെ എറേഴ്സ് വന്നു. എത്ര നമ്പർ ഓഫ് ടെസ്റ്റ്, ലാബ് ടെസ്റ്റുകൾ ഒരുപാട് ചെയ്യുന്നില്ലേ, ആ ടെസ്റ്റുകൾ ചെയ്തതിന്റെ എണ്ണത്തില് എത്ര എണ്ണം എന്ത് ചെയ്തു? എറേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇൻറ്റു 1000 ആണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ഫോർമുല? നമ്പർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത് എന്താ? 1000 ഇൻവെസ്റ്റിഗേഷൻ അല്ലെ 1000 ലാബ് ടെസ്റ്റുകൾ ചെയ്താല് അതിന് എത്ര പിശകുകൾ, എത്ര എണ്ണത്തിന് അതിൽ പിശകുകൾ വന്നിട്ടുണ്ട്. അറിയാലോ, നമുക്ക് ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ എന്ത് ചെയ്യാം, തെറ്റുകൾ വരാറില്ലേ? തെറ്റുകൾ വരാറില്ലേ? അപ്പൊ അതുപോലെ 1000 ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണത്തില് പിശകുകൾ അല്ലെങ്കിൽ എറേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ആ ഫോർമുലയിൽ വന്നിരിക്കുന്നത്. നോക്കിയേ, ന്യൂമറേറ്റർ അത് തന്നെയല്ലേ? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, എത്ര നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ആണ്, അല്ലെങ്കിൽ എറേഴ്സ് അല്ലെങ്കിൽ എന്താണ് പിശകുകളാണ്, എത്ര നമ്പർ ഓഫ് റിപ്പോർട്ട്സ് ആണ്, പിശകുകളുള്ള റിപ്പോർട്ട്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്, എത്ര നമ്പർ ഓഫ് ടെസ്റ്റുകൾ അവിടെ പെർഫോം ചെയ്തു അല്ലെങ്കിൽ നടപ്പിലാക്കി, ഇൻറ്റു 1000. കിട്ടിയോ? സെക്കൻഡ് വൺ ഓക്കെ ആണോ? ഓക്കെ. Then third one ആണ് percentage of adherence to safety precautions by staff working in diagnostics. ഇനി എന്താ? percentage of adherence to safety precautions. എന്താ? സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുക അല്ലെ. പെർസെന്റേജ് ഓഫ് അഡ്ഹറൻസ് എന്ന് പറയുന്നത് പാലിക്കുക, സുരക്ഷാ മുൻകരുതൽ പാലിക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണം. അത് എവിടെയാ പാലിക്കുന്നത്? ഡയഗ്നോസ്റ്റിക്സ്, രോഗനിർണയവുമായി ബന്ധപ്പെട്ട് അല്ലെ. ഇപ്പൊ നമ്മള് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിച്ചപ്പോ പറഞ്ഞില്ലേ, അവിടുത്തെ ജീവനക്കാർ എപ്പോഴും എങ്ങനെയായിരിക്കണം, സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കണം എന്ന് പഠിച്ചില്ലേ? പഠിച്ചിട്ടുണ്ടായില്ലേ? ഇല്ലേ? അതുപോലെ ഇപ്പൊ അതെന്തിനു വേണ്ടിയാ നമ്മളൊരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോ അവിടെ രോഗനിർണയം നടത്തുന്ന ഏരിയല്ലേ അല്ലെ? ഇപ്പൊ നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിലും എക്സ്റേ ചെയ്യുകയാണെങ്കിലും അതൊരു ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അവരുടെ രോഗം നിർണ്ണയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രോഗം കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് ആ ഒരു വിഭാഗം. അപ്പൊ അങ്ങനെ വരുന്ന പേഷ്യൻസിന്റെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന ജീവനക്കാര് എത്ര പേര് എന്ത് പാലിക്കുന്നുണ്ട്? സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതൽ പാലിക്കുന്നുണ്ട്. അവരുടെ പെർസെന്റേജ് ആണ് ഇവിടെ തേർഡ് വണ്ണിൽ കാണുന്നത്. ക്ലിയർ ആയോ?
എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലായോ? എത്ര പേര് എന്താണ് അവിടെ ഡയഗ്നോസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് രോഗനിർണയവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ജീവനക്കാരിൽ എത്ര പേര് സുരക്ഷാ മുൻകരുതൽ പാലിക്കുന്നുണ്ട്? അതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കിയേ, ഫോർമുല ദ നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്. അവിടെയുള്ള എത്ര ജീവനക്കാര് സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതൽ പാലിക്കുന്ന ജീവനക്കാരുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്, അല്ലെങ്കിൽ എന്താ ഓഡിറ്റ് ചെയ്ത നമ്പർ സ്റ്റാഫുകളുടെ എണ്ണം, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന മൊത്തം ജീവനക്കാരുടെ എണ്ണം. അവിടെ വർക്ക് ചെയ്യുന്ന മൊത്തം ജീവനക്കാരുടെ എണ്ണത്തിൽ എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് ഇൻറ്റു 100 ആണ് അവിടുത്തെ പെർസെന്റേജ് ഓഫ് അഡ്ഹറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും എന്താണ് രോഗനിർണയവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അങ്ങനെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരിൽ എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിൽ എപ്പോഴും ന്യൂമറേറ്റർ ആയിട്ട് വരുന്ന എന്താ, എത്ര പേര്, എത്ര ജീവനക്കാര് നിലവിൽ അവിടെ സുരക്ഷാ മുൻകരുതൽ എടുക്കുന്ന ജീവനക്കാരുടെ എണ്ണം ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാഫ്, അല്ലെ? അവിടെ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന മൊത്തം സ്റ്റാഫുകളുടെ എണ്ണത്തിൽ എത്ര പേര് ഇത് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നുണ്ട് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് ഓഫ് അഡ്ഹറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. കിട്ടിയോ? തേർഡ് വൺ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഫോർത്ത് വൺ നോക്കിയേ. ഫോർത്ത് വൺ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ മിസ് പറഞ്ഞിരുന്നു ഇമ്പോർട്ടന്റ് ആണ്, ഫോർത്ത് വണ്ണും ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി നിങ്ങൾ പഠിക്കില്ല എന്നല്ല കേട്ടോ പറയുന്നത്. ഈ പറയുന്നവ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും ഈ ഒരു ചാപ്റ്റർ ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അറിയാലോ, ഇത്രയും ഫോർമുലാസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 1-2 ഫോർമുലാസ് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാറുണ്ട് കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് അത് കുറച്ചൊരു 10-15 എണ്ണം നമുക്കത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ അത് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ബാക്കിയുള്ളത് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി വെക്കണം, അല്ലാതെ വായിക്കേണ്ടെന്നല്ല കേട്ടോ പറയുന്നത്. നോക്കിയപ്പോ ഫോർത്ത് വൺ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫോർത്ത് വൺ എന്താ? മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്. എന്താ? മരുന്ന് പിശകുകളുടെ നിരക്ക് എന്തായിരിക്കും? A medication errors is any preventable event that may cause or lead to unsuitable medication use or patient harm while the medication is in the control of healthcare professional, patient or consumer. അല്ലെ? മരുന്ന് കഴിക്കുന്നതിലെ പിശകുകൾ വരാറില്ലേ? അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്നതിൽ പിശകുകൾ വരാറില്ലേ? ഹോസ്പിറ്റലുകളില് വരാറുണ്ടോ? അതിന്റെ റേറ്റ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നിങ്ങൾ എന്താണോ ഹെഡിങ് പറഞ്ഞിരിക്കുന്നത് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അല്ലാതെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫോർമുലാസോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല കേട്ടോ. ആ ഹെഡിങ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹെഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്താ? മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്, മരുന്ന് പിശകുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ഈ ഒരു മെഡിക്കേഷൻ എറർ അല്ലെങ്കിൽ മരുന്ന് പിശകി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ആ ഒരു മരുന്ന് എന്ന് പറയുന്നത് ചിലപ്പോ നമുക്ക് ആരുടെ നിയന്ത്രണത്തിലായിരിക്കാം, ചിലപ്പോ പേഷ്യൻസിന് കഴിക്കാൻ വേണ്ടി പേഷ്യന്റ് കയ്യിലായിരിക്കും കൊടുത്തിരിക്കുക, അല്ലെ? ചില ഹോസ്പിറ്റൽ അങ്ങനെയല്ലേ? ഇപ്പൊ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കാറില്ലേ മരുന്നുകള്? സമയത്ത് കഴിക്കാൻ പറഞ്ഞ് കൊടുക്കാറില്ലേ? അതുപോലെ ചിലപ്പോ നമുക്ക് എങ്ങനെയായിരിക്കും, കുറച്ചും കൂടി കെയർ വേണ്ട പേഷ്യൻസ് ആണെങ്കിൽ അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് തന്നെയായിരിക്കും ആ മരുന്ന് കൺട്രോൾ ചെയ്യുന്നത്. ആണോ? അപ്പൊ രണ്ടുപേരുടെ കയ്യിലും ഒന്നില്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയിരിക്കും ആ മരുന്ന് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പേഷ്യന്റ് സ്വന്തമായിട്ട് തന്നെയായിരിക്കും ആ മരുന്ന് കൺട്രോൾ ചെയ്യുന്നത്. ഈ രണ്ടുപേരുടെയും നിയന്ത്രണത്തിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോ അവരുടെ സ്വമേധയാ ശ്രദ്ധക്കുറവ് മൂലമാണ്, അല്ലെ? ഇങ്ങനെയുള്ള മരുന്ന് പിശകുകൾ വരുന്നത് ശ്രദ്ധക്കുറവ് മൂലം അല്ലെ? ഒരു കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടാവാം. ചിലപ്പോ അനുയോജ്യമല്ലാത്ത രീതിയിൽ മരുന്നുകൾ അവരെന്ത് ചെയ്യും? പേഷ്യൻസ് ഉപയോഗിക്കുന്നു, അല്ലെ? അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പേഷ്യൻസിന് എന്താവാം? ദോഷകരമായിട്ട് അത് ബാധിക്കാറുണ്ട്.
വന്നിട്ടുണ്ട്. അങ്ങനെ എത്ര പേഷ്യൻസിന് ഇങ്ങനെ വന്നു, അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എനി പ്രിവെന്റബിൾ ഇവന്റ് ആണ്. ഇത് തടയാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ, തടയാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ, അല്ലെ? നമുക്ക് അവിടെ ശ്രദ്ധയുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ഒരു മെഡിക്കേഷൻ എറർ നമുക്ക് തടയാൻ പറ്റും. അതിപ്പോ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ കയ്യിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് സ്വമേധയാ അവരുടെ കൺട്രോളിൽ ഇരിക്കുന്നതാണെങ്കിൽ കൂടി ചിലപ്പോൾ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ട് അവർ എന്ത് ചെയ്യാം, അത് അനുയോജ്യമല്ലാത്ത രീതിയിൽ അത് ഉപയോഗിക്കാം, അവർക്ക് അതുവഴി ദോഷകരമായിട്ടുള്ള പല ആഫ്റ്റർ എഫക്ട്സും വന്നേക്കാം. അതിന്റെ റേറ്റ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കി, ഫോർമുല എന്താണ്? ദ ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്, അവിടെ ഉണ്ടായിരിക്കുന്ന മെഡിക്കേഷൻ എററുകളുടെ ടോട്ടൽ നമ്പർ, എത്ര നമ്പർ ഓഫ് മെഡിക്കേഷൻ, മരുന്ന് പിശകുകള് എത്ര എണ്ണം ഉണ്ടായി, അതിന്റെ ടോട്ടൽ നമ്പർ ആണ് അവിടെ പറയുന്നത്. ഇതില് ന്യൂമറേറ്ററില് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. മെഡിക്കേഷൻ എറേഴ്സ് അല്ലെങ്കിൽ മരുന്ന് പിശകുകള് വരാൻ സാധ്യതയുള്ള അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100 ആണ് ഫോർമുല. എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. മെഡിക്കേഷൻ എറേഴ്സ് എത്ര എണ്ണം വന്നു, അല്ലെ? അതിന്റെ ഒരു ടോട്ടൽ നമ്പർ ആണ് ന്യൂമറേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. മെഡിക്കേഷൻ എറേഴ്സ് അല്ലെങ്കിൽ മരുന്ന് പിശകുകള് വരാൻ സാധ്യതയുള്ള അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100 ആണ് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് എന്താണെന്ന് മനസ്സിലായോ? മരുന്ന് പിശകുകളാണ്. അവിടെ മരുന്ന് പിശകുകൾ വരുമ്പോ അതുവഴി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെ? ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് ചിലപ്പോ ഒന്നില്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ കൺട്രോളിലായിരിക്കാം മരുന്ന്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കൺട്രോളിലായിരിക്കാം. രണ്ടു കൂട്ടരുടെയും ആരുടെ കൺട്രോളിലാണെങ്കിലും അവരുടെ ശ്രദ്ധക്കുറവ് മൂലം പലതരത്തിലുള്ള മരുന്നുകൾ ഇങ്ങനെ എന്ത് ചെയ്യാം, അനുയോജ്യമല്ലാത്ത രീതിയിൽ പേഷ്യൻസ് ഉപയോഗിക്കുകയും അതുവഴി അവർക്ക് ദോഷകരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരികയും ചെയ്യും. അപ്പൊ അത് നമുക്ക് തടയാൻ പറ്റുന്ന ഒരു സംഭവമാണ്, അല്ലെ? അപ്പൊ അതിന് ശരിയായ രീതിയിൽ ശ്രദ്ധ വേണം. അപ്പൊ എത്രത്തോളം അങ്ങനെയുള്ള മരുന്ന് പിശകുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ ഒരു റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ന്യൂമറേറ്ററിൽ എന്താ കൊടുക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്, അവിടെ വന്നിരിക്കുന്ന മെഡിക്കേഷൻ എററുകളുടെ മൊത്തം എണ്ണം, അല്ലെ? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. മെഡിക്കേഷൻ എറേഴ്സ് വരാൻ സാധ്യതയുള്ള അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആണോ? ഫോർത്ത് വൺ ക്ലിയർ ആണോ? എന്താണ് ക്ലിയർ ആയില്ല? ജസ്റ്റ് വേറൊന്നും മനസ്സിലാവാനില്ല. എന്താ മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഹോസ്പിറ്റലുകളില് മരുന്നുകൾ കൊടുക്കുമ്പോൾ മാറിപ്പോവാറില്ലേ, പിശകുകൾ വരാറില്ലേ, തെറ്റ് വരാറില്ലേ? അത് തന്നെ അതിന്റെ എത്ര റേറ്റ്, എത്രത്തോളം റേറ്റിൽ അത് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ പെർസെന്റേജ് അല്ലെങ്കിൽ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി എത്ര മരുന്നുകൾ കൊടുത്തപ്പോ, അപ്പൊ ചിലപ്പോ ആ ഒരു മരുന്ന് എന്ന് പറയുന്നത് ചിലപ്പോ അത് നിയന്ത്രിച്ച് കൊടുക്കുന്നത് ആരായിരിക്കും? ചിലപ്പോ അവിടുത്തെ ഹെൽത്ത് പ്രൊഫഷണൽ ആയിരിക്കാം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോ പേഷ്യന്റിന്റെ കൺട്രോളിലായിരിക്കാം മരുന്നുകൾ കഴിക്കുന്നത്. അപ്പൊ രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും ചിലപ്പോ അശ്രദ്ധ മൂലം എന്താ അവർക്ക് ചിലപ്പോ കൂടുതൽ മരുന്ന് കൊടുക്കാം, അല്ലെ? ചിലപ്പോൾ അല്ലെങ്കിൽ മരുന്നുകൾ മാറിപ്പോവാം, അല്ലെ? പല പ്രശ്നങ്ങൾ വരാറില്ലേ? അപ്പൊ അങ്ങനെ വരുന്നതിന്റെ പെർസെന്റേജ് അല്ലെങ്കിൽ റേറ്റ് എത്രയാണ്? അതാണ് മെഡിക്കേഷൻ എറർ റേറ്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും നമുക്ക് എന്താ ഒരു പ്രിവെന്റബിൾ ഇവന്റ് ആണ്, തടയാൻ പറ്റുന്ന ഒരു സംഭവമാണ്, അല്ലെ? ശ്രദ്ധക്കുറവ് മൂലമാണ് വരുന്നത്. നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കൊടുത്താൽ അത് തടയാൻ പറ്റില്ലേ? അത് ഉണ്ടാവുന്നത് തടയാൻ പറ്റില്ലേ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ എത്രത്തോളം അതിന്റെ ഫോർമുല കാണണം, എത്രത്തോളം ആ ഒരു റേറ്റ് ഉണ്ടാവുന്നുണ്ട്, എന്നാൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തടയാനായിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള വഴികൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഹോസ്പിറ്റലുകാർക്ക്. അതിനുവേണ്ടി റേറ്റ് എടുത്ത് നോക്കുന്നത്. അതിൽ ഏറ്റവും ന്യൂമറേറ്ററിൽ വരുന്ന എന്താണ് ഫോർമുല? അങ്ങനെ തന്നെ ഫോർമുല പഠിക്കണം കേട്ടോ, അങ്ങനെ തന്നെയായിരിക്കും കൊടുത്തിരിക്കുക കേട്ടോ. നോക്കി, ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. ആ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം മെഡിക്കേഷൻ എറേഴ്സ് വന്നിട്ടുണ്ട്, അല്ലെ? മൊത്തം ഇപ്പൊ വന്നിട്ടുള്ള മരുന്ന് പിശകുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. മെഡിക്കേഷൻ എറേഴ്സ് അല്ലെങ്കിൽ മരുന്ന് പിശകുകള് വരാൻ സാധ്യതയുള്ള അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ. Then fifth one നോക്കിയേ.
percentage of medication charts with error prone abbreviations. Abbreviations പഠിച്ചതല്ലേ? അല്ലെ? abbreviations പഠിച്ചില്ലേ നിങ്ങള്? മെഡിക്കൽ ടെർമിനോളജി പഠിച്ചില്ലേ? ഓക്കെ. അപ്പൊ അവിടെ ഡോക്ടേഴ്സ് എങ്ങനെയായിരിക്കും? അബ്രിവിയേഷൻസ് ആയിട്ട് എഴുതും അല്ലെ? ഓരോ ചാർട്ടുകളില്ലേ നമുക്ക് വരുന്ന പേഷ്യൻസ്, നമ്മളാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോ നമുക്ക് ചാർട്ടുകൾ തരാറില്ലേ? മരുന്ന് മെഡിസിൻ എഴുതുന്ന ചാർട്ട് ഉണ്ടാവില്ലേ? നമ്മളെ ഡയഗ്നോസ് ചെയ്ത് നമ്മളെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഡോക്ടേഴ്സ് എഴുതി വെക്കുന്ന ഒരു ചാർട്ട് ഇല്ലേ? ആ ഒരു മരുന്ന് ചാർട്ടില് വരുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ തെറ്റുകളാണ്, അല്ലെങ്കിൽ എറേഴ്സ്, പിശകുകളാണ് ഫിഫ്ത് വണ്ണില് പറയുന്നത്. എന്താ? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്, മരുന്ന് ചാർട്ടുകൾ, ഡോക്ടേഴ്സ് മരുന്ന് കുറിക്കുന്ന ചാർട്ട് ഉണ്ടല്ലോ, ആ ഒരു ചാർട്ടില് എത്രത്തോളം, അവിടെ അബ്രിവിയേഷൻ ആയിട്ട്, അവർ ഷോർട്ട് ഫോം ആയിട്ടല്ലേ ഓരോ സാധനം എഴുതാ, നീട്ടി വിളിച്ചൊക്കെ പേര് എഴുതി കൊടുക്കോ? ഓരോ മരുന്നിന്റെയും നീട്ടി വലിച്ചിങ്ങനെ ഓരോന്നിന്റെയും പേര് എഴുതി കൊടുക്കുക. ഷോർട്ട് ഫോംസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക അല്ലെ? അപ്പൊ അങ്ങനെ ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ അബ്രിവിയേഷൻസ് ചെയ്യുമ്പോ അവിടെ എത്രത്തോളം അങ്ങനെ അബ്രിവിയേഷൻസ് അല്ലെങ്കിൽ ചുരുക്കി എഴുതുന്ന സമയത്ത് എത്രത്തോളം ആ മരുന്ന് ചാർട്ടുകളിൽ ഇങ്ങനെ ചുരുക്കി എഴുതുമ്പോൾ എത്രത്തോളം എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ വരുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് ആണ് ഫിഫ്ത് വണ്ണിൽ കാണുന്നത് കേട്ടോ. നോക്കിയേ, error prone abbreviations should be defined in accordance with the guidelines set down by for safe medication process. എന്താണ് ഈ എറർ പ്രോൺ അബ്രീവിയേഷൻസ്? ഇങ്ങനെ എന്താ ചുരുക്കി എഴുതുന്നത്, ഇങ്ങനെയുള്ള പിശകുകൾ വന്നാൽ ഈ ചുരുക്കി എഴുതുന്നത് എന്തിനു വേണ്ടിയാ? നമുക്ക് നല്ല സേഫ് ആയിട്ട് നല്ല പെട്ടെന്ന് നമുക്ക് എഴുതാനും പെട്ടെന്ന് അത് കൈകാര്യം ചെയ്യാനും വേണ്ടിയാണ് ഇങ്ങനെ ചുരുക്കി എഴുതുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ചുരുക്കി എഴുതുന്നതിൽ പിശകുകൾ വന്നാൽ എന്താ പറ്റുക? is defined in accordance with the guidelines set by for safe medication practice. അല്ലെ? സേഫ് ആയിട്ട് മരുന്ന് കൊടുക്കുന്ന ആ ഒരു പ്രവർത്തനത്തെ അത് ബാധിക്കില്ലേ? ഇല്ലേ? ആ ഒരു ചുരുക്കി എഴുത്തുകളില് മിസ്റ്റേക്കുകൾ വന്നാല് അതങ്ങനെ രണ്ട് രീതിയിൽ മിസ്റ്റേക്ക് വരാം. ഒന്നില്ലെങ്കിൽ ഡോക്ടർ എഴുതുന്നതിൽ മിസ്റ്റേക്ക് വരാം. ഇപ്പൊ ഒരു പാരസെറ്റമോളിന്റെ അബ്രിവിയേഷൻ എന്താ? PCM അല്ലേ? അല്ലെ? PCM. അപ്പൊ ആ ഒരു PCM ചിലപ്പോ ഡോക്ടർ എഴുതുന്ന സമയത്ത് ചിലപ്പോ എമ്മിന് പകരം ചിലപ്പോ എന്നാണ് പോവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ ആവാം. അപ്പൊ അവിടുത്തെ ആ എഴുതിയതിൽ വ്യത്യാസം വന്നില്ലേ? ഒരു പിശക് വന്നില്ലേ? അപ്പൊ അത് നോക്കി മരുന്നെടുത്ത് കൊടുക്കുന്ന ആ ഒരു നേഴ്സിനും അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫിനും അപ്പൊ ഓൾറെഡി തെറ്റുപറ്റില്ലേ? പറ്റുമോ? അപ്പൊ രണ്ട് രീതിയിൽ തെറ്റ് വരാം അല്ലെ? ആ ഒരു മെഡിക്കേഷൻ ചാർട്ടില് എഴുതുന്ന സമയത്ത് തെറ്റ് വരാം. അത് അതുപോലെ തന്നെ ഈ ഒരു ചുരുക്കി എഴുതുന്ന അത് വെച്ചാണ് അവര് മരുന്ന് അതുപോലത്തെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് എടുത്ത് കൊടുക്കുന്നത് സ്റ്റാഫ് അല്ലെ? അപ്പൊ അതിലും മിസ്റ്റേക്ക് വരാം. അതിന്റെ റേറ്റ് എത്രത്തോളം ഉണ്ടെന്നാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ, എന്താണ് അതിന്റെ ഫോർമുല? The number of medication charts with error prone abbreviations. അല്ലെ? എത്രത്തോളം എറർ പ്രോൺ അല്ലെങ്കിൽ എന്താണ് അബ്രിവിയേഷൻസ് അല്ലെങ്കിൽ ചുരുക്കി എഴുതുന്ന സമയത്ത്, മരുന്ന് ചാർട്ടുകളിൽ ഇങ്ങനെ ചുരുക്കി എഴുതുന്ന അല്ലെങ്കിൽ അബ്രിവിയേഷൻ ആയിട്ട് എഴുതുന്ന സമയത്ത് എത്രത്തോളം പിശകുകൾ വന്നിട്ടുണ്ട്, ആ പിശകുകൾ വന്ന മരുന്ന് ചാർട്ടുകളുടെ എണ്ണമാണ് ന്യൂമറേറ്ററിൽ കൊടുക്കുന്നത്. Then divided by number of medication chart reviewed. അവിടെ മൊത്തത്തില് അവലോകനം ചെയ്ത ചാർട്ടുകളുടെ എണ്ണത്തില് എത്ര എണ്ണത്തിന് ഇങ്ങനെയുള്ള മരുന്ന് പിശകുകൾ വന്നിട്ടുണ്ട് ഇൻറ്റു 100 ആണ്. എന്താണ്? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻസ്. ഇങ്ങനെ എറർ പ്രോൺ അതായത് അബ്രിവിയേഷൻസിൽ എഴുതുന്ന സമയത്ത്, മരുന്ന് ചാർട്ടുകളിൽ ഇങ്ങനെ അബ്രിവിയേഷൻ എഴുതുന്ന സമയത്ത് എത്രത്തോളം പിശകുകൾ വന്നിട്ടുണ്ട്, അങ്ങനെ പിശകുകൾ വന്ന ചാർട്ടുകളുടെ എണ്ണം അതാണ് ന്യൂമറേറ്ററിൽ കൊടുക്കുന്നത്. താഴെ ഡിനോമിനേറ്ററിൽ എന്താ വരുന്നേ? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് റിവ്യൂഡ്. അവിടെ മൊത്തത്തിൽ റിവ്യൂ ചെയ്ത അല്ലെങ്കിൽ അവലോകനം ചെയ്ത ചാർട്ടുകളുടെ എണ്ണം, മൊത്തം ചാർട്ടുകളുടെ എണ്ണമാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ന്യൂമറേറ്ററിൽ എന്താ വരുന്നേ? ആ മൊത്തം ചാർട്ടുകളുടെ എണ്ണത്തില് എത്ര ചാർട്ടുകളിൽ ഇങ്ങനെയുള്ള എറർ അല്ലെങ്കിൽ പിശകുകൾ വന്നിട്ടുണ്ടെന്നാണ് ന്യൂമറേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇൻറ്റു 100 ആണ് അവിടുത്തെ ഫോർമുല. കിട്ടിയോ? ഫിഫ്ത് വൺ മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. ആ ഒരു പേജില് നമ്മളിപ്പോ 5 എണ്ണം നമ്മൾ പറഞ്ഞു അല്ലെ? അതിൽ 2 എണ്ണം മിസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, ആ ഒരു 5 എണ്ണത്തിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? 6ലേക്ക് പൊക്കോട്ടെ. ഓക്കെ ആണോ? ഓക്കെ.
Then sixth one നോക്കിയേ, percentage of inpatients developing adverse drug reactions. എന്താ ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവാറില്ലേ? ഇല്ലേ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ചിലപ്പോ ചിലർക്ക് എന്താണ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലേ? അപ്പൊ അവിടെ എന്താ ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവാറില്ലേ? എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോ അലർജി തോന്നാം, അല്ലെങ്കിൽ ചിലപ്പോ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി തോന്നാം, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരാറില്ലേ? ആ ഒരു പ്രശ്നം തന്നെയാണ്, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കി, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ്, ഇൻപേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെ, അവിടെ കിടത്തി ചികിത്സ ലഭിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ചികിത്സ ലഭ്യമാക്കുന്ന ഇൻപേഷ്യൻസിന് എത്രത്തോളം അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് റിയാക്ഷൻസ് എന്താ അഡ്വേഴ്സ് രീതിയിൽ പ്രതികൂലമായ മരുന്ന് പ്രതികരണം അല്ലെ, ചിലർക്ക് എന്താ ചില മരുന്നുകളൊന്നും ചിലപ്പോൾ ബോഡി അക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവാം അല്ലെ, ചിലപ്പോ അലർജി പോലെ തോന്നാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് തോന്നാം. അങ്ങനെയുള്ള ഇൻപേഷ്യൻസിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ സിക്സ്ത്തിൽ കാണുന്നത്. നോക്കിയേ, ഡ്രഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ is a response to a drug which is toxic and unintended and which happens at doses normally used in man for prophylaxis, diagnosis and or therapy of disease or for the modification of physiologic function. എന്താണ് ഈ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്? ഇത് ബോഡി ഒരു ഡ്രഗിനോടുള്ള ബോഡിയുടെ റെസ്പോൺസ് ആണ് അല്ലെ, പ്രതികരണമല്ലേ അല്ലെ? ഒരു ബോഡിയിലേക്ക് ഒരു ഡ്രഗ് കടത്തി വിടുമ്പോ ആ ഡ്രഗിനോടുള്ള ബോഡിയുടെ റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണമാണ് ഈ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ സെറ്റോക്സിൻ, അതായത് ഇപ്പൊ ബോഡി അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ചിലപ്പോൾ ടോക്സിക് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു വിഷമയമായിട്ടുള്ള ഒരു ഡ്രഗ് ആണെന്നാണ് ആ ബോഡി അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. പലരുടെയും ബോഡിക്ക് അനുസരിച്ചായിരിക്കും. ഇപ്പൊ അലർജിക്ക് ചിലപ്പോൾ എല്ലാവർക്കും അലർജി ഉണ്ടാവണമെന്നില്ല അല്ലെ, എല്ലാ മരുന്നുകൾക്കും എല്ലാവർക്കും അലർജി ഒന്നും ഉണ്ടാവില്ല അല്ലെ, ചിലർക്ക് മാത്രമായിരിക്കും. അവരുടെ ബോഡിയുടെ പ്രത്യേകതകൾ കൊണ്ടാണ് അല്ലെ. അപ്പൊ അവരുടെ ബോഡി ചിലപ്പോൾ അത് ടോക്സിക് ആയിട്ടായിരിക്കും അംഗീകരിക്കുന്നത് അല്ലെ, അക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ സമയത്ത് അവർ എന്ത് ചെയ്യും? ആ ഡ്രഗിനോട് അവരുടെ ബോഡി എന്ത് ചെയ്യും? പ്രതികരിക്കും, റിയാക്ഷൻ നടത്തും അല്ലെ, റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മൾ മനഃപൂർവ്വം അങ്ങനെ എന്തിനു കൊടുക്കുന്ന ഡ്രഗ് അല്ല. എന്താണ് ഇത്? നമ്മൾ നോർമൽ ആയിട്ട് കൊടുക്കുന്ന ഡോസ് ആണ്. ചിലപ്പോ എന്തെങ്കിലും പ്രോഫിലാക്സിസ് എന്ന് പറയുന്ന എന്തെങ്കിലും രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ആന്റിബയോട്ടിക്സ് പോലെ നമ്മൾ എന്തെങ്കിലും രോഗം മാറാൻ വേണ്ടിയിട്ട് രോഗപ്രതിരോധത്തിന് വേണ്ടി കൊടുക്കാറില്ലേ? അങ്ങനെ നോർമൽ ആയിട്ട് കൊടുക്കുന്നതാവാം. അല്ലെങ്കിലോ എന്തെങ്കിലും ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് രോഗ നിർണയത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡോസ് ആവാം. അല്ലെങ്കിലോ ഒരു ഡിസീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തെറാപ്പി ചെയ്യാനായിട്ട് കൊടുക്കുന്നതാവാം. ഓർ ഫോർ ദ മോഡിഫിക്കേഷൻ ഓഫ് ഫിസിയോളജിക് ഫങ്ഷൻസ്, എന്താ ശാരീരിക പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്നതിന് വേണ്ടിയൊക്കെ നോർമൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഡോസ് ആവാം. അല്ലാതെ മനഃപൂർവ്വം നമ്മൾ എന്താ വിചാരിക്കാത്ത രീതിയിൽ കൊടുക്കുന്നതാണ്. അല്ലാതെ മനഃപൂർവ്വം എന്താണ് അതിന് വേണ്ടിയിട്ട് ഇന്റന്റ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ നോർമൽ ഡോസ് കൊടുക്കുമ്പോൾ പോലും ചിലപ്പോൾ ആ ബോഡി എന്ത് ചെയ്യുന്നില്ല, ചിലരുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ആ ബോഡി അതിന് എന്ത് ചെയ്യുന്നു? ടോക്സിക് ആണെന്ന് മനസ്സിലാക്കുകയും കരുതുകയും അവര് ആ ബോഡി എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും, അതിനെതിരെ പ്രതികരിക്കും. അതാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി അവിടുത്തെ ഫോർമുല നോക്കിയേ. ഫോർമുല: ദ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. ഇങ്ങനെയുള്ള പ്രതികരണം അല്ലെ, മരുന്നുകളോടുള്ള പ്രതികരണം, ഇങ്ങനെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. ഇൻപേഷ്യൻസിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അവിടെ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള എത്ര പേഷ്യൻസിന് ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായി, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്. അവിടെ ഉള്ള നമ്പർ ഓഫ് ഇൻപേഷ്യൻസിന്റെ എണ്ണം എത്രത്തോളം ഉണ്ട് അല്ലെ, അതാണ് ഡിനോമിനേറ്റർ വരുന്നത്. നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്, എത്ര നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്, എത്ര പേരുണ്ട്, ആകെ എണ്ണമാണ്. അതില് എത്ര പേർക്ക് ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായ പേഷ്യൻസിന്റെ എണ്ണം എത്രയാണ്, അത് ന്യൂമറേറ്ററിൽ വരും. 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ കിട്ടും. എന്താണ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. എത്ര നമ്പർ ഓഫ് ഇൻപേഷ്യൻസിലാണ് ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായത്, അവരുടെ നമ്പർ ആണ് ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത്. ദെൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ? അവിടെയുള്ള ആകെ ഇൻപേഷ്യൻസിന്റെ എണ്ണം × 100 ആണ്. കിട്ടിയോ? 6th വൺ ഓക്കെ ആണോ?
ക്ലിയർ ആണോ? ഓക്കെ. Then seventh one ആണ് percentage of unplanned return to OT. എന്താ? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ? പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യാതെയുള്ള തിരിച്ചുവരവിന്റെ പെർസെന്റേജ് എന്ന് വെച്ചാൽ എന്താ? എന്തായിരിക്കും? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞ എന്തായിരിക്കാം? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? അത് തന്നെയായിരിക്കും. എന്തായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയേ. എല്ലാ മിസ് ഇങ്ങനെ പറയുമ്പോ പോകടിക്കില്ലേ അല്ലെ? എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞ എന്താ? അതായത് ഒരു സർജറി കഴിഞ്ഞു, എമർജൻസി ആയിട്ട് തന്നെയാണ്, ശരിയാണ്. അതിനിപ്പോ എന്താണ് പറയുക? ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മളൊരു സർജറി കഴിഞ്ഞു ഒരു സർജറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചിലർക്ക് എന്ത് ചെയ്യാം? ആ സർജറി കഴിഞ്ഞ് ചിലപ്പോ പെട്ടെന്ന് അതെ സർജറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാം എന്നല്ല, കൂടുതലും എന്താ സർജറിക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലർക്ക് എന്താ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറില്ലേ? സർജറി കഴിഞ്ഞ് ചില ആളുകൾക്ക് പിന്നീട് എന്ത് ചെയ്യാം? കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറില്ലേ? ബ്ലീഡിങ്ങുകൾ വരാം അല്ലെ? വരാറില്ലേ? ബ്ലീഡിങ് വരാറില്ലേ? അതുപോലെ തന്നെ എന്തെങ്കിലും സ്റ്റിച്ചുകളൊക്കെ പഴുക്കാം അല്ലെ? സ്റ്റിച്ചുകളൊക്കെ പഴുത്തു കഴിഞ്ഞാല് അതും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് അല്ലേ? ആണല്ലോ. അതുപോലെ അവർക്ക് കൊടുക്കുന്ന അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാലോ. അപ്പൊ ഇതെല്ലാം വഴി ഇവരെന്ത് ചെയ്യണം? അപ്പൊ പിന്നെയും തിരിച്ചിവരെ എവിടേക്ക് തന്നെ കൊണ്ടുവരും? പിന്നെയും തിരിച്ചിവരെ എവിടേക്കാണ് കൊണ്ടുവരേണ്ടി വരും? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ ആസൂത്രണം ചെയ്യാതെ പ്ലാൻ ചെയ്ത് നമ്മൾ ഓൾറെഡി സർജറിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് അവരെ കൊണ്ടുവരുന്നുണ്ട്. അതേ സെയിം അഡ്മിഷൻ, അതായത് അവർ പോയിട്ടില്ല, എന്താണ് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടൊന്നുമില്ല, അവരെന്ത് ചെയ്തു? അതന്നെ ആ സർജറിക്ക് വേണ്ടിയിട്ട് വന്ന് അവർ ആ ഒരു സെയിം അഡ്മിഷൻ കഴിഞ്ഞ് അവർ സർജറി കഴിഞ്ഞ് അവർ റെസ്പ്രസ് ചെയ്യുന്ന പേഷ്യൻസ് ആയിരിക്കും. അവർക്ക് അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാലും തിരിച്ച് നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്തെല്ലാം കൊണ്ടുവരുന്നത്. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. തിരിച്ച് ചില ആളുകളെ കൊണ്ടുവരേണ്ടതായിട്ട് വരും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അല്ലെ? അതായത് സെക്കൻഡറി പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? വീണ്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കെയർ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടുത്തെ പെർസെന്റേജ് കാണുന്നത് കേട്ടോ. നോക്കിയേ, പെർസെന്റേജ് ഓഫ് unplanned return to OT, operation theatre. The unplanned return to the OT is defined as any secondary procedure needed for a complication that result directly from the index operation during the same admission. അതായത് ഒരു സെയിം അഡ്മിഷൻ, ഒരു പ്രാവശ്യം വരെ അഡ്മിഷൻ ചെയ്ത് സർജറി ചെയ്ത് കഴിഞ്ഞ് പോയി അവർ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടില്ല കേട്ടോ, ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അവരുണ്ടാവും. എന്നാൽ പോലും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്ത് വരാം? പല കോംപ്ലിക്കേഷൻസും സർജറിയുടെ ഭാഗമായിട്ട് വന്നേക്കാം അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യണം? തിരിച്ച് സെക്കൻഡറി പ്രൊസീജിയർ, അത് ആ ഒരു വന്ന കോംപ്ലിക്കേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവരെ സെക്കൻഡറി പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി ആസൂത്രണം ചെയ്യാതെ പ്ലാൻ ചെയ്യാതെ തന്നെ ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ട് വരാം. അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ എന്താണ്? പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ഡീബ്രിഡിമെന്റ്. എന്താ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ഡീബ്രിഡിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബ്ലീഡിംഗ് വരുന്നത് തന്നെയാണ്. അതെ, ഡീബ്രിഡിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആർക്കെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. ഏതാണ് ഡീബ്രിഡിമെന്റ്? അതായത് ഇപ്പോ ഒരുപാട് എന്താ ഇച്ചിരി ആഴത്തിലൊക്കെ മുറിവുള്ളവരാണെങ്കിൽ എന്താണ് സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഓപ്പറേഷൻ ഒക്കെ ചെയ്തൊരുതാണെങ്കിൽ അതിന്റെ മുകളിൽ എന്താ നമ്മുടെ കൈകളൊക്കെ മുറിഞ്ഞാലും ഈ പൊറ്റ പോലെ വരാറില്ലേ? ഡെഡ് സെൽസ് വരാറില്ലേ? ഉണ്ടോ? ഒന്നും കൈയും കാലും ഒന്നും മുറിഞ്ഞിട്ടില്ലേ? ആരുടെ വരാറില്ലേ? ഡെഡ് സെൽസ് വരാറില്ലേ? ഒരു പൊറ്റ പോലെ വരാറില്ലേ? അപ്പൊ അതെന്ത് ചെയ്യാറുണ്ട്? നിങ്ങൾ ഡ്രസ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടോ? ഹോസ്പിറ്റലില് പോയിട്ടുണ്ടോ? പോകുമ്പോ അവരെന്താ ചെയ്യാ? ആ ഒരു കൊറ്റങ്ങനെ വെച്ചിട്ടാണ് അവര് ആ ഒരു ഡ്രസ് ചെയ്ത് വിടുന്നത്? അത് അവരത് പൊളിച്ചു കളയോ? എന്താണ് ചെയ്യാറ്? വോയിസ് ഒന്നും ഇല്ല ഇവിടെ. നിങ്ങൾ ആരുടെയും കായും കാലും ഒന്നും പൊളിഞ്ഞ് അങ്ങനെ ഡ്രസ് ചെയ്യാനൊന്നും പോയിട്ടില്ല? ആർക്കും ഒരു പരിചയമില്ല. ക്ലീൻ ചെയ്യും അല്ലെ? നന്നായിട്ട് ക്ലീൻ ചെയ്യും. അപ്പൊ ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അതിന് മുകളിലുള്ള ഡെഡ് സെൽസ് ഒക്കെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടത്? എന്തിനു വേണ്ടിയായിരിക്കും? അതുപോലെ ചില ഇതാണെങ്കിൽ ചിലപ്പോ ഇൻഫെക്ഷൻസ് വന്ന് പഴുപ്പുകൾ വരാം.
വരാറില്ലേ? അപ്പൊ ഇൻഫെക്ഷൻസ് വന്ന് പഴുപ്പുകളൊക്കെ വരുമ്പോ അത് റിമൂവ് ചെയ്യാറുണ്ടല്ലോ അല്ലെ? ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാറുണ്ട്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസ് ഒക്കെയാണ് അതിന് മുകളിലുള്ളതെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കളയുന്ന എന്തിനു വേണ്ടിയാ? അത് റിമൂവ് ചെയ്ത് കളയുന്ന എന്തിനു വേണ്ടിയാ? പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ അല്ലെ? ഹീലിംഗ് അല്ലെ? പെട്ടെന്ന് പ്രൊമോട്ട് ഹീലിംഗ് ആണ്. ഹീലിംഗ് നടക്കാൻ പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ഡീബ്രിഡിമെന്റ് എന്ന്. മനസ്സിലായോ? ഡീബ്രിഡിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രൊസീജിയർ ദാറ്റ് റിമൂവ്സ് ഡെഡ്, ഇൻഫെക്റ്റഡ് ഓർ അൺഹെൽത്തി ടിഷ്യൂസ് ഫ്രം ദ വൗണ്ട്. കേട്ടോ? ആ ഒരു മുറിവിൽ നിന്ന് ഡെഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസിനൊക്കെ അതിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളയും. ആ ഒരു പ്രൊസീജിയർ, ആ ഒരു മുറിവിൽ ഇതാണ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു പ്രൊസീജിയറിനെയാണ് ഡീബ്രിഡിമെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മിസ് പറഞ്ഞാണ് കേട്ടോ, അതൊന്നും ചോദിക്കാറില്ല. നോക്കിയാ ഡീബ്രിഡിമെന്റ് ആ ഒരു പ്രൊസീജിയർ ഇപ്പൊ നമ്മൾ സർജറി കഴിഞ്ഞ് ആ ഒരു മുറിവ് ഉണങ്ങാതെ വരുമ്പോഴല്ലേ നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നത് അല്ലെ? അത് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും? മാറ്റി അതിനുള്ള സെൽസും കാര്യങ്ങളൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് കൊടുക്കും അല്ലെ? ആ ഒരു ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊസീജിയർ നടന്നു കഴിയുമ്പോൾ ചിലർക്ക് എന്ത് ചെയ്യാം? ബ്ലീഡിങ് ഉണ്ടാവും. ഓക്കെ, കുറച്ച് എന്താ മുറിവിൽ നിന്ന് കുറച്ച് ചോര രക്തം പോകുന്നുണ്ട്. അത് കൂടാതെ ചിലർക്ക് എന്ത് ചെയ്യാം? ബ്ലീഡിങ് നിൽക്കാതെ വരാം, ബ്ലീഡിങ് ഉണ്ടായിരിക്കും, തുടർന്നുകൊണ്ടിരിക്കാം. അപ്പൊ ആ ഒരു അവസ്ഥയിൽ തിരിച്ചുവരെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? കോംപ്ലിക്കേറ്റഡ് ആവുകയാണെങ്കിൽ തിരിച്ചുവരെ എന്ത് ചെയ്യേണ്ടി വരും? സെക്കൻഡറി പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരേണ്ടി വരും. നെക്സ്റ്റ് നോക്കിയേ, സെക്കൻഡറി സർജറി. സർജറി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സെന്റൻസ് ആണ് കേട്ടോ. ഒരു കോമ ഇട്ടിട്ടാണ് എംബലക്ടമി കിടക്കുന്നത്. എന്താണ്? തുന്നല്. തുന്നല് ചെയ്യാറില്ലേ? സ്റ്റിച്ച് ഇടാറില്ലേ? ഇല്ലേ? രണ്ടാമതും സ്റ്റിച്ച് ഇടേണ്ട അവസ്ഥയിൽ വരുന്നത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടായിരിക്കും രണ്ടാമത് സ്റ്റിച്ച് ഇടേണ്ട അവസ്ഥ വരുന്നേ? അല്ലെങ്കിൽ തുന്നേണ്ട ആയിട്ടുള്ള അവസ്ഥ വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാകാം? ഒന്നില്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് വന്ന് അല്ലെ, പഴുപ്പുകൾ വന്നത് കൊണ്ടാവാം അല്ലെ? അല്ലെങ്കിലോ അവര് കൃത്യമായിട്ട് പറയുന്ന പ്രൊസീജിയേഴ്സ് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ സ്റ്റിച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന കോംപ്ലിക്കേഷൻ, അപ്പൊ അത് സർജറി കഴിഞ്ഞിട്ടാണ്, പക്ഷെ അത് അവർ ശ്രദ്ധിക്കാതെ കൊണ്ട് വരുന്നതല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഇവരെ പിന്നെയും സെക്കൻഡറി പ്രൊസീജിയറിന് വേണ്ടിയിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ട് വരും അല്ലെ? ആ എംബലക്ടമി എന്ന് പറയുന്നത് നമ്മുടെ പൾമണറി എംബോളസ് എന്ന് പറയുന്നത് എന്താ? എംബോളസ് അല്ലെങ്കിൽ എംബോളസ് എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ക്ലോട്ടിനെയാണ്. അതായത് നമ്മൾ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഒരു ബ്ലഡ് ക്ലോട്ട് ചിലപ്പോ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽസിൽ ഉണ്ടായേക്കാം. ആ ഒരു ബ്ലഡ് വെസൽസിൽ നിന്നും അത് ട്രാൻസ്പോർട്ട് ചെയ്ത് എന്താ പ്രധാനമായിട്ടും ലങ്സ് മുതലായ ഇടങ്ങളിലേക്ക് എന്ത് ചെയ്യാം? വന്നേക്കാം. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? ചിലപ്പോ അങ്ങനെ ഒരു ലങ്സിലേക്ക് ആ ഒരു എംബോളസ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടുകൾ വന്നാല് അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ റിമൂവ് ചെയ്യുന്നത്, ഈ എംബോളസിനെ റിമൂവ് ചെയ്യുന്ന സർജറിയാണ് എംബോളക്ടമി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബ്ലഡ് ക്ലോട്ടുകൾ, ഈ ഒരു സർജറിയുടെ ഭാഗമായിട്ട് വരുന്ന ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പിന്നെയും ഇവരെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ആൻഡ് അണ്ടർ അനസ്തേഷ്യ എന്താ? ഇവാലുവേഷൻ. ഇപ്പൊ അനസ്തേഷ്യ വന്ന ആളുകൾക്കാണെങ്കിൽ ചിലപ്പോൾ ഫർദർ കോംപ്ലിക്കേഷൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം അല്ലെ? അപ്പൊ അതിന്റെ വിലയിരുത്തല് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ച് ആസൂത്രണം ചെയ്യാതെ കൊണ്ടുവരുന്നതാണ് അല്ലെ? സർജറിക്കൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഇന്ന ദിവസം ഇന്ന സമയം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇതൊരു അൺപ്ലാൻഡ് ആയിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു വരുന്നത്. ക്ലിയർ ആയോ? അത് ഓക്കെ ആയോ? എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി അതിന് ഫോർമുല നോക്കി. നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രണം ചെയ്യാതെ വരുന്ന ആളുകളുടെ പേഷ്യൻസിന്റെ എണ്ണം. Then number of patients divided by number of patients who underwent surgeries in the operation. ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വിധേയരായിട്ടുള്ള സർജറിക്ക് വിധേയരായ പേഷ്യൻസിന്റെ മൊത്തം എണ്ണമാണ്. അതിൽ എത്ര പേർക്ക് ഇങ്ങനെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് ആയിട്ട് വരേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? ഇൻറ്റു 100 കേട്ടോ. നോക്കിയേ, നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രണം ചെയ്യാതെ തിരിച്ചു വന്ന പേഷ്യൻസിന്റെ എണ്ണം divided by number of patients who underwent surgeries in the operation theatre. ഓപ്പറേഷൻ തിയേറ്ററിൽ വിധേയമായിട്ടുള്ള എല്ലാ പേഷ്യൻസിന്റെയും എണ്ണം ഇൻറ്റു 100. കിട്ടിയോ?
7th one clear ആണോ? Okay. Then 8th one നോക്കി. Percentage of surgeries where the organization's procedure to prevent adverse events like wrong site, wrong patient and wrong surgery have been adhered to. എന്താ നിങ്ങൾക്കറിയാലോ അല്ലെ? ചെറിയ ചെറിയ രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ചില ഹോസ്പിറ്റലുകളില് കേൾക്കാറില്ലേ? ചില സ്ഥലങ്ങൾ സർജറി ചെയ്ത ഇപ്പൊ ഒരു വലതു കൈക്കായിരിക്കും ചിലപ്പോ സർജറി ചെയ്യാൻ പോയത്, കൈമാറി ശസ്ത്രക്രിയ ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ന്യൂസ്? ഒരുപാടൊന്നും ഉണ്ടാവില്ല, ചിലപ്പോ ഒന്നോ രണ്ടോ ഒക്കെ ന്യൂസുകൾ കേട്ടിട്ടില്ലേ നിങ്ങള് അല്ലെ? ചിലപ്പോ റോങ് സൈറ്റ് ആവാം, സ്ഥലം മാറിപ്പോയിട്ടുണ്ടാവും ഇല്ലേ? അതുപോലെ റോങ് പേഷ്യന്റ്, ചിലപ്പോ ഒരു പേഷ്യന്റിന് ചെയ്യേണ്ട പേഷ്യന്റിനെ ആയിരിക്കില്ല ചിലപ്പോ സർജറി ചെയ്ത, പേഷ്യന്റ് മാറിപ്പോവാം അല്ലെ? അതുപോലെ റോങ് സർജറി, ചിലപ്പോ വേറൊരു സർജറിക്ക് ആയിരിക്കും അവര് വന്നത്, അവർ ചെയ്യുന്ന സർജറി ചിലപ്പോ വേറെ ഒരെണ്ണം ആവാം. അങ്ങനെ മാറിപ്പോവാറില്ലേ? തെറ്റുപറ്റാറില്ലേ ഹോസ്പിറ്റൽ വിഭാഗത്തിന്? അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കി the formula, the number of surgeries where the procedure was as followed. അതായത് തെറ്റായ നടപടിക്രമങ്ങളിലൂടെ വരുന്ന എന്താ പേഷ്യന്റ് സർജറികൾ അല്ലെ? ഇങ്ങനെ സർജറി വരാം, റോങ് സൈറ്റ് ആവാം, ചിലപ്പോ എന്താ സ്ഥലം മാറിപ്പോവാം, തെറ്റായി പോവാം, അല്ലെങ്കിൽ പേഷ്യൻസ് മാറിപ്പോവാം അല്ലെ? അപ്പൊ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് ചിലപ്പോ മറ്റൊരു പേഷ്യന്റിനെ ആയിരിക്കും ഈ സർജറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി ചെയ്യുന്നത്. അങ്ങനെ മാറും. അത് വളരെ ഒന്നോ രണ്ടോ കേസൊക്കെ ഉണ്ടാവുള്ളൂ, അതെ ഒരുപാട് കേസൊന്നും ഉണ്ടാവില്ല അല്ലെ? അതുപോലെ തന്നെ റോങ് സർജറി, തെറ്റായ സർജറികൾ ചെയ്യുന്നതാവാം. ഇങ്ങനെയുള്ള തെറ്റായ നടപടിക്രമങ്ങൾ അല്ലെ? തെറ്റായ നടപടിക്രമങ്ങൾ പിന്തുടരുന്നതിലൂടെ നടത്തിയ ശസ്ത്രക്രിയകളുടെ എണ്ണം, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്, അവിടെ നടത്തിയ സർജറികളുടെ മൊത്തം എണ്ണത്തില് എത്ര എണ്ണം ഇങ്ങനെ തെറ്റായ രീതിയിൽ നടത്തിയിട്ടുണ്ട് ഇൻറ്റു 100 ആണ് 8th one എന്ന് പറയുന്നത്. എന്താണ് ഫോർമുല? എന്തായിരുന്നു? നമ്പർ ഓഫ് സർജറീസ് വേർ ദ പ്രൊസീജിയർ വാസ് as followed. അതായത് തെറ്റായ രീതിയിൽ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ തെറ്റായ നടപടിക്രമങ്ങൾ പിന്തുടരുന്നതിലൂടെ നടത്തിയ ശസ്ത്രക്രിയകളുടെ എണ്ണം, അതാണ് ന്യൂമറേറ്ററിൽ. Then divided by number of surgeries performed, നടത്തിയ ആകെ സർജറികളുടെ എണ്ണത്തില് എത്ര എണ്ണം ഇങ്ങനെ തെറ്റായി വന്നു ഇൻറ്റു 100. കിട്ടിയോ? 8th one ക്ലിയർ ആയോ? ഓക്കെ. അതിൽ മിസ് 7th one നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നോ? 7th one ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു പേജില് 7th one ഇമ്പോർട്ടന്റ് ആണ്. Then next 9th one 10th one ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിപ്പോ തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേ. ചെയ്തോ? ഓക്കെ. ഇനി 9th നോക്കിയേ. The percentage of transfusion reactions. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്താണ്? ബ്ലഡ് ബാങ്ക് ഒക്കെ പഠിച്ചപ്പോ പറഞ്ഞതല്ലേ? എന്താണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ? അല്ലെങ്കിൽ എന്താണ് ഒരു ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു ട്രാൻസ്ഫ്യൂഷൻ? എന്താണ് ഒരു ട്രാൻസ്ഫ്യൂഷൻ? മറന്നുപോയാ? ഫസ്റ്റ് 2 മോഡ്യൂളൊക്കെ ബ്ലഡ് അല്ലെ? ബ്ലഡിന്റെ ട്രാൻസ്ഫർ, ഒരു എന്താണ്? ഒരു ഡോണറിൽ നിന്നും റെസിപ്പിയന്റിലേക്കുള്ള ബ്ലഡിന്റെ ട്രാൻസ്ഫർ അല്ലേ പറയുന്നത് ട്രാൻസ്ഫ്യൂഷന്? അതെ അല്ലെ? അമ്മ ബ്ലഡിന്റെ ട്രാൻസ്ഫർ നടത്തുന്നത്. ആ ഒരു ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോ അവിടെ യോജിക്കാത്ത ബ്ലഡ് ഗ്രൂപ്പ്സ് വന്നാല്, യോജിക്കാത്ത രീതിയിൽ അത് വന്നാല്, ഡോണറിന്റെയും റെസിപ്പിയന്റിന്റെയും ബ്ലഡ് തമ്മിൽ യോജിക്കുന്നില്ല അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്ത് പറ്റും? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കും എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? ഇവിടെ എത്രത്തോളം ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, ബ്ലഡ് ക്ലോട്ടുകളൊക്കെ വരാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാണുന്നത്. 9th one ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ. Any hostile reaction to the transfusion of blood or blood components should be considered as transfusion reactions. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? Any hostile reaction. Hostile reaction എന്താ? പ്രതികൂലം അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള പ്രതികരണം. അതായത് ഒരു ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോ അല്ലെ, ആ സമയത്ത് ഉണ്ടാവുന്ന പ്രതികരണം അല്ലെങ്കിൽ ദോഷമായിട്ടുള്ള പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് ആണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. ഇത് മാച്ച് ചെയ്യാതാവുമ്പോൾ സ്വാഭാവികമായിട്ട് കോംപ്ലിക്കേഷൻസും മറ്റ് പ്രോബ്ലംസും ഉണ്ടാവാം, ബ്ലഡ് ക്ലോട്ട് മുതലായ കാര്യങ്ങൾ ഉണ്ടാവാം അല്ലെ? അപ്പൊ അതാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഇനി ഇറ്റ് മേ
range from a mild allergic reaction. ചിലർക്ക് അത് ചെറിയ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ചിലർക്ക് അത് എന്ത് ചെയ്യാം, ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് വരെ വരാം. ചെറിയ രീതിയിലുള്ള അലർജിക് റിയാക്ഷൻസ് മുതൽ, അതായത് ഇൻക്ലൂഡിങ് ചിൽസ് ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ചിൽസ് ട്രിഗേഴ്സ്? എന്താണ് ഭയങ്കരമായിട്ട് ചിലപ്പോ ചിലർക്ക് ഇങ്ങനെയുള്ള അലർജിക് റിയാക്ഷൻസ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ചിലപ്പോൾ ചിലർക്ക് വരുന്ന മൈൽഡാണ്ട് ചെറിയ രീതിയിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും കോംപ്ലിക്കേഷൻ ഉണ്ടാവുള്ളൂ. അതായത് അലർജിക് റിയാക്ഷൻസ് ആയിട്ടുള്ള ചിൽസ് ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് തണുപ്പ് അനുഭവപ്പെടും അവരുടെ ബോഡിയിൽ. അവർ തണുപ്പ് അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് വരും? നമുക്കാണെങ്കിൽ തണുപ്പ് വരുമ്പോ എന്താണെന്ന് തോന്നാറ്? തണുപ്പ് ഷിവറിങ് വരും അല്ലെ? വെരി ഗുഡ്, ഷിവറിങ് വരും. അത് തന്നെയാണ് കേട്ടോ ചിൽസ് ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് തണുപ്പ് അനുഭവപ്പെടുകയും നല്ല രീതിയിൽ വിറയൽ അനുഭവപ്പെടുകയും ചെയ്യും. അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതല്ല, ചെറിയ മൈൽഡ് ആയിട്ടുള്ള ഒരു കേസാണ് പറയുന്നത്. എന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ എന്താ അവരുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ അത് ചെറിയ രീതിയിൽ മുതൽ എന്താ ഈ ഒരു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് വഴി ചിലപ്പോ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, ജീവൻ മരണ പോരാട്ടം അല്ലെ, ജീവൻ അപഹരിക്കുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരെ ഉണ്ടാവാറുണ്ട്. സച്ച് ആസ് ട്രാലി. എന്താണ് ട്രാലി? ട്രാലിയുടെ എക്സ്പാരന്റ് ഫോം ഒന്ന് എഴുതി വെച്ചേ. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് എഴുതി വെക്കാം കേട്ടോ. ട്രാലി എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് acute lung injury. Transfusion related acute lung injury. Transfusion related acute lung injury. Transfusion related acute lung injury. അതായത് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് എന്താണ് ലങ്സിൽ എന്ത് ചെയ്യാം, എക്സസ് ഫ്ലൂയിഡ്സ് അടിഞ്ഞു കൂടുന്നതെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് ട്രാലി എന്ന് പറയുന്നത്. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം, ലങ്സിന്റെ ഇഞ്ചുറീസ് വരാം. അതായത് ലങ്സിൽ എക്സസ് ഫ്ലൂയിഡ് ഇൻ ദ ലങ്സ് ആണ്, എക്സസ് ആയിട്ട് ഫ്ലൂയിഡ്സ് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥ വരും. ക്ലിയറായോ? ദെൻ നെക്സ്റ്റ് ആണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. എന്താ അതിന്റെ ഷോർട്ട് ഫോം എഴുതി വെച്ചോട്ടോ, GVHD അല്ലെ? ആ ഒരു ഫസ്റ്റ് വേർഡ്സ് എത്താ മതി, GVHD. അതായത് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. എന്തായിരിക്കും അത്? ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് നിങ്ങള് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കേട്ടിട്ടില്ലേ? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കേട്ടിട്ടുണ്ടോ? ഓക്കെ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് GVHD അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. ബോൺ മാരോ ഒക്കെ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന ഒരു പ്രോബ്ലം ആണ്. അതായത് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ റെസിപ്പിയന്റിന്റെ ബോഡി ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതെ, മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ എന്നും പറയും. നോക്കിയേ, അപ്പൊ ഇങ്ങനെ മജ്ജ മാറ്റി വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബോൺ മാരോസ് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അത് ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിന്റെ ബോഡിയിലേക്കാണ് വെക്കി കൊടുക്കുന്നത് അല്ലെ? അപ്പൊ റെസിപ്പിയന്റിന്റെ ബോഡി ചിലപ്പോ അത് എന്ത് ചെയ്യുന്നു, അത് സ്വന്തമാണെന്ന് വിചാരിച്ചാൽ മാത്രമല്ലേ അവിടെ റിയാക്ഷൻ നടക്കാതിരിക്കുള്ളൂ അല്ലെ? അതൊരു ഫോറിൻ ബോഡി ആണെന്നാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ എപ്പോഴും എന്താണ്, ഇപ്പൊ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഏതൊരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്നാലും കുറച്ച് നാള് ഭയങ്കരമായിട്ട് അവരോട് ശ്രദ്ധിക്കണമെന്ന് പറയും ഇല്ലേ? പറയാറില്ലേ? കുറച്ച് നാള് നല്ലോണം ശ്രദ്ധിക്കണം, ഇൻഫെക്ഷൻസ് വരാൻ പാടില്ല, ഒരുപാട് ചിലപ്പോൾ ഒരു മാക്സിമം ഒരു വർഷമെങ്കിലും ഒക്കെ അവരോട് നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കാൻ പറയാറുണ്ട്. കാരണം എന്താ, ചെറിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് പോലും അവരെ ഭയങ്കരമായിട്ട് അവരുടെ ജീവൻ അവരുടെ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിൽ വന്നേക്കാം. ഇപ്പൊ നമ്മളൊരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി കഴിയുമ്പോൾ ഇവിടെ ബോൺ മാരോ ആണ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതെങ്കിൽ ആ നടത്തിയ ആളുടെ ബോഡിയിലേക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് ആ ബോഡി അതിനെ ഫോറിൻ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്തത്. പുറത്തു നിന്ന് വന്നതായിട്ടാണ് ബോഡി കൺസിഡർ ചെയ്തതെങ്കിൽ അവിടെ എന്ത് വരാം, റിയാക്ഷൻസ് നടക്കാം ഇല്ലേ? അപ്പൊ അതാണ് ഇവിടെ GVHD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. ആ ചെല്ലുന്ന ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബോൺ മാരോ മാറ്റിവെക്കുന്ന ഒരു ഇതാണ് പ്രോസസ്സ്. അവർ ചെല്ലുന്ന ബോൺ മാരോസിനോട് എന്താ സ്റ്റെം സെൽസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ സെൽസിനോട് ഹോസ്റ്റ് എന്ത് ചെയ്യുന്നു, ഹോസ്റ്റഡ് ആയിട്ട് അതിന്റെ ഒരു അതിഥിയായിട്ട് ഫോറിൻ മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് എന്താ അവിടെ റിയാക്ഷൻസ് നടക്കും. അതാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പൊ മാച്ചിങ് ആവാതെ വരുന്ന സമയത്താണ് ആ ഒരു ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻസ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കിട്ടിയോ? എന്താണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്? മനസ്സിലായോ? ഓക്കെ.
നോക്കിയേ, അപ്പൊ അവിടുത്തെ ഫോർമുല എന്താണ്? ദ നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് പെർ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ് ഇൻടു 100. എന്താ? നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് നടന്ന എണ്ണം, എത്ര എണ്ണത്തോളം, എത്ര ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുകളാണ് അവിടെ നടന്നിരിക്കുന്നത് അല്ലെ, അതിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. എത്ര നമ്പർ ഓഫ് ബ്ലഡ് യൂണിറ്റ്സ് ആണ് അവിടെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, അതിൽ എത്ര എണ്ണത്തില് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് നടന്നിട്ടുണ്ട് ഇൻടു 100 ആണ്. ക്ലിയർ ആണോ? 9th one ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു ഫോർമുലയാണ് ഇമ്പോർട്ടൻസ് കേട്ടോ, ഫോർമുല ചോദിക്കാറുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ ആ ഒരു പേജില് 9 എണ്ണത്തിന് വരെ പറഞ്ഞത് അല്ലെ. 7th one പറഞ്ഞു മിസ് നോട്ട് ചെയ്യാനായിട്ട്. 9th one ഇമ്പോർട്ടന്റ് ആണ്. 10th one നെക്സ്റ്റ് ഒന്നോടി പറയട്ടെ. 10th one സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ICUലുള്ള മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? മരണനിരക്ക് അല്ലെ. ICUയിൽ വരുന്ന മരണനിരക്കിന്റെ ശതമാനം അല്ലെങ്കിൽ ICUയിൽ വരുന്ന മരണനിരക്ക് എത്രത്തോളം ഉണ്ട് എന്നതാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന മരണനിരക്കാണ് കേട്ടോ. നോക്കിയേ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ദ പെർസീവ്ഡ് ഓർ ആക്ച്വൽ മോർട്ടാലിറ്റി അല്ലെ. യഥാർത്ഥമായിട്ട് ചിലപ്പോൾ ആ ഒരു ICUയിൽ 2 തരത്തിലാണ് മരണനിരക്ക്. എന്താ? ഒരെണ്ണം ഓൾറെഡി മരണപ്പെടുന്നത് യഥാർത്ഥ മരണം ഉണ്ടാവും അല്ലെ. പിന്നെ ചിലരെ നമ്മൾ എന്ത് ചെയ്യും? പ്രതീക്ഷിക്കുന്ന അല്ലെ, ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി ഇല്ലേ, പ്രതീക്ഷിക്കാവുന്ന മരണങ്ങള്. ഇപ്പൊ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ആ വെന്റിലേറ്റർ മാറ്റി നമുക്കറിയാം അവർ ഓൾറെഡി എന്ത് ആവും, മരണപ്പെടും എന്നറിയാലോ. ആണോ? അത് പ്രതീക്ഷിക്കുന്ന മോർട്ടാലിറ്റി അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു മരണമല്ലേ അല്ലെ. അപ്പൊ അങ്ങനെ 2 രീതിയിലാണ് അല്ലെ. അതിന്റെ തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ. നോക്കിയേ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ദി പെർസീവ്ഡ് ഓർ ആക്ച്വൽ മോർട്ടാലിറ്റി, യഥാർത്ഥമായിട്ടുള്ള മരണമോ അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി എന്നതാ പ്രതീക്ഷിക്കുന്ന മരണം അല്ലെ, പ്രതീക്ഷിക്കുന്നതോ ആയിട്ടുള്ള മരണത്തെ, അതായത് ഫോർ സ്പെസിഫിക് ടൈം പീരീഡ്, ഒരു നിശ്ചിത സമയ കാലയളവില് എത്രത്തോളം ആളുകള് യഥാർത്ഥത്തിൽ ആ ഒരു ICUയിൽ മരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം മരണം എത്ര ആളുകളുടെ മരണം പ്രതീക്ഷിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് ആണ് ഇവിടെ കാണുന്നത്. ക്ലിയർ ആണോ? നോക്കി ഫോർമുല, ആക്ച്വൽ ഡെത്ത്സ് ഇൻ ICU. ICUയിലുള്ള യഥാർത്ഥ മരണത്തിന്റെ നമ്പർ, എത്ര എണ്ണം യഥാർത്ഥമായിട്ട് അവർ മരിച്ചിട്ടുണ്ട്, റിയൽ ആയിട്ട് അവർ മരിച്ച കാര്യമാണ് അല്ലെ. അത് ആക്ച്വൽ ഡെത്ത് എത്രത്തോളം ICUയിൽ ഉണ്ടായിട്ടുണ്ട്. Then divided by predicted death in ICU. ICUയില് എന്താണ്? പ്രതീക്ഷിക്കാവുന്ന മരണം. ഇപ്പൊ വെന്റിലേറ്റർ പോലുള്ള പേഷ്യൻസിനാണെങ്കിൽ അവർക്ക് എന്താ, ചില ആളുകളെ നമുക്കറിയാം അവർ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, അവര് അടുത്ത ദിവസം തന്നെ അവർ മരണപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ. അവരുടെ എണ്ണം ഇൻടു 100. എന്താ? ആക്ച്വൽ ഡെത്ത് ഇൻ ICU. ICUയിൽ യഥാർത്ഥത്തിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണം divided by predicted death in ICU. ICUയില് പ്രതീക്ഷിക്കാവുന്ന ആളുകളുടെ മരണം അല്ലെ, മരണം പ്രതീക്ഷിക്കാവുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ, അവരുടെ എണ്ണം ഇൻടു 100. ക്ലിയർ ആണോ? 10th one ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അപ്പൊ നമ്മളിപ്പോ എത്ര എണ്ണം പറഞ്ഞു? 10 എണ്ണം പറഞ്ഞു അല്ലെ. ടോട്ടൽ നമ്പർ 10 എണ്ണം പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് അത് വായിച്ച് മനസ്സിലാക്കുക. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് നോട്ട് ചെയ്ത് വെച്ച് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. താങ്ക് യു. Thank you, ma'am.